മഞ്ഞുരുകുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത മെത്രാൻ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂരിലെ ബിഷപ്പിന്റെ അരമനയിലെത്തിയാണ് BJP അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തിയത്. രാജീവ് ചന്ദ്രശേഖരാണ് ആദ്യം പ്രതികരിച്ചതെന്നും ബിഷപ്പ് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം. പിന്നെ കോൺഗ്രസ് MP-മാർ, മറ്റു പാർട്ടികളെ MP-മാർ ഒക്കെ റെസ്പോണ്ട് ചെയ്തു. ഈ ന്യൂനപക്ഷങ്ങൾക്ക്, ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അവർ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവരെ എത്തി കാണുന്നത് നാടകമായിട്ടാണ് താങ്കൾ കാണുന്നത്? ഞാൻ കാണുന്നത് കൃത്യമായിട്ട് നാടകമാണ്. ആ ജയിലിന് പുറത്ത് പോയിട്ട് ഒരു റെസ്പോൺസിബിൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അവരെ പോയി ലോയർ സഹായിക്കുക, അല്ലെങ്കിൽ അവരെ കേസിന് വേണ്ടി അവർക്കൊരു സജഷൻ കൊടുക്കുക, അതല്ല ചെയ്യേണ്ടത്. കന്യാസ്ത്രീ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ അകൽച്ച കുറയ്ക്കുവാനുള്ള BJPയുടെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചതിൽ വേദനയും അമർഷവുമുണ്ടെന്നാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ അമർഷവും വേദനയുമുണ്ട്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപതയിലെത്തിയതെന്നും എല്ലാ വിവരങ്ങളും അദ്ദേഹത്തെ അറിയിച്ചതായും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. അറസ്റ്റ് ഒരു തെറ്റിദ്ധാരണയെ തുടർന്നായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടക്കുകയാണ്. പ്രധാനമന്ത്രിയുമായി വിഷയം സംസാരിച്ചു. ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയം കാണരുത്. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ മോചനം സാധ്യമാകുമെന്നും ആരും രാഷ്ട്രീയ നാടകം കളിക്കരുതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഭരിക്കുന്ന പാർട്ടിയായതുകൊണ്ടാണ് BJPക്കാരുമായി ബന്ധപ്പെട്ടത്. തങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നും ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യം കിട്ടണമെന്നും ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു.